ശശി തരൂരിന്റെ വിവാദ ലേഖനത്തിൽ അതൃപ്തി അറിയിച്ച് ഹൈക്കമാൻഡ്. കെ.പി.സി.സി നേതാക്കളുടെ പരാതിയെ തുടർന്ന് ശശി തരൂരിനോട് ഹൈക്കമാൻഡ് വിശദീകരണം തേടിയതായി സൂചന. വിവരങ്ങളുമായി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, തരൂരിന്റെ വിവാദ ലേഖനത്തിൽ ഇപ്പോൾ ഹൈക്കമാൻഡ് അതൃപ്തി അറിയിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ എങ്ങനെ? കഴിഞ്ഞ ദിവസങ്ങളിലാണ് കെ.പി.സി.സി നേതാക്കന്മാരും കെ.പി.സി.സി ഭാരവാഹികളും ഉൾപ്പെടെയുള്ളവർ ദേശീയ നേതൃത്വത്തിന് അവരുടെ വിയോജിപ്പ് അറിയിച്ചത്. ലേഖനം ഇത്തരത്തിൽ ഒരു കാരണവശാലും എഴുതാൻ പാടില്ലായിരുന്നു. മാത്രവുമല്ല, സംസ്ഥാനത്തെ കോൺഗ്രസും UDF-ഉം ഒറ്റക്കെട്ടായി സംസ്ഥാന മന്ത്രിസഭയ്ക്കെതിരെ വലിയ തരത്തിലുള്ള സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുന്ന സമയത്ത് തന്നെ LDF-ന് അനുകൂലമായ നിലപാട് ശശി തരൂർ MPയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഒരിക്കൽ പോലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കെ.പി.സി.സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഹൈക്കമാൻഡിന് കത്ത് നൽകുകയും ടെലിഫോൺ വഴി അവരെ ഹൈക്കമാൻഡ് നേതാക്കന്മാരുമായി ബന്ധപ്പെടുകയും ചെയ്തത്. തുടർന്ന് ശശി തരൂരിനോട് വിശദീകരണം തേടിയെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചന. അതേസമയം ശശി തരൂരിനെതിരെ കർശനമായ നടപടികളിലേക്കോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളിലേക്കും കടക്കാൻ സാധ്യതയില്ല. കാരണം ശശി തരൂരിനെ തൽക്കാലം പിണക്കി മാറ്റണ്ട എന്ന നിലപാടാണ് AICC-ക്കും ഹൈക്കമാൻഡിനും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ വിശദീകരണത്തിൽ കാര്യങ്ങൾ ഒതുക്കി തീർക്കാനായിരിക്കും സാധ്യത. എന്നാൽ തന്നെയും കേരളത്തിലെ നേതാക്കന്മാർക്ക്, പ്രത്യേകിച്ച് കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ എന്നിവർക്കൊക്കെ തന്നെ വലിയ തരത്തിലുള്ള അതൃപ്തിയാണ് ഈ നിലവിൽ ഇപ്പോൾ ശശി തരൂരിനോടുള്ളത്. കാരണം ഇത് ഒരു പ്രാവശ്യമല്ല, നിരവധി തവണ ഇത്തരത്തിൽ പാർട്ടിയുടെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് പാർട്ടിക്ക് എതിരായ തരത്തിലുള്ള പ്രസ്താവനകളും അല്ലെങ്കിൽ പാർട്ടിയോടൊപ്പം നിൽക്കുന്നതിന് പകരം പാർട്ടിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പാർട്ടിയെ ആക്രമിക്കുന്ന തരത്തിൽ മറ്റ് പ്രതിപക്ഷ കക്ഷികൾക്ക് അവസരമൊരുക്കാനും ശശി തരൂർ തയ്യാറായിട്ടുണ്ട്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന തരത്തിൽ കാണിച്ചുകൊണ്ട് തന്നെയാണ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ ഹൈക്കമാൻഡിന് കത്ത് നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി അദ്ദേഹത്തോട് വിശദീകരണം തേടിയെന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ശശി തരൂരിനെ പിണക്കി മുന്നോട്ട് പോകണ്ട എന്ന് തന്നെയാണ് ഹൈക്കമാൻഡിൻ്റെയും തീരുമാനം. ഒരു പക്ഷേ വിശദീകരണം മറ്റുള്ള കെ.പി.സി.സി നേതാക്കന്മാരെ അറിയിച്ചതിന് ശേഷം പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം ശശി തരൂരിനെ അനുകൂലിക്കുന്ന ആളുകൾ പ്രധാനമായും പറയുന്ന ഒരു കാര്യം, വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായ ശശി തരൂരിന് കൃത്യമായ ഒരു അവസരമോ അല്ലെങ്കിൽ കെ.പി.സി.സി ആസ്ഥാനത്തോ മുറിയോ നൽകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാതിയായി അവരെടുത്ത് കാണിക്കുന്നത്. ഒരു വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായ ശശി തരൂരിന് അർഹമായ പ്രാധാന്യം നൽകാതെ കെ.പി.സി.സി യോഗങ്ങൾ ചേരുന്നു. ഒപ്പം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മുഖവിലേക്ക് എടുക്കുന്നില്ല. കെ.പി.സി.സി സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ നിന്നും ശശി തരൂരിനെ ഒഴിവാക്കുന്നു. ഇത്തരത്തിൽ നിരവധിയായ പരാതികളും ശശി തരൂരിനും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന അനുകൂലികൾക്കുമുണ്ട്. ഇത്തരം പരാതികൾ കൂടി ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്ന സാഹചര്യത്തിൽ കെ.പി.സി.സി ഭാരവാഹികളെയും ഒപ്പം ശശി തരൂർ അനുകൂലികളെയും ഒത്തിരുത്തിക്കൊണ്ട് ഒരു ചർച്ച നടത്തിയ പ്രശ്നം പരിഹരിക്കാൻ ഹൈക്കമാൻഡിൻ്റെ നീക്കം. ഒരു പക്ഷേ ഈ ആഴ്ച തന്നെ ഹൈക്കമാൻഡ് നേതാക്കന്മാർ സംസ്ഥാനത്ത് എത്തി ആ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അതേസമയം തരൂരിനെതിരെ കടുത്ത നിലപാട് വേണം എന്ന് തന്നെയാണ് നിലവിലെ കെ.പി.സി.സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം. ഈ ആവശ്യം എല്ലാ അർത്ഥത്തിലും അംഗീകരിക്കാൻ സാധ്യത കുറവായിരിക്കും. ഒരു പക്ഷേ ഒരു വിശദീകരണം തേടിയതിനു ശേഷം ഇരുവിഭാഗം നേതാക്കളെയും വിളിച്ചിരുത്തി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി തന്നെയായിരിക്കും നീക്കം. നിലവിൽ ഇപ്പോൾ ഇനി തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് കേവലം മാസങ്ങൾ മാത്രമാണ് വരുന്നത്. ഒപ്പം തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുന്നുണ്ട്. ശശി തരൂരിനെ പോലുള്ള ഒരു നേതാവിനെ പിണക്കിയാൽ അത് തിരുവനന്തപുരത്ത് ചില മേഖലകളിൽ വലിയ തരത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾക്കും ഹൈക്കമാൻഡിനും വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്തുള്ള ഒരു പ്രതിസന്ധി പരിഹരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് AICC നേതൃത്വത്തിൻ്റെയും തീരുമാനം. അതേസമയം മറ്റൊരു കാര്യം അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പ്രസ്താവനകൾ നടത്തുകയോ അല്ലെങ്കിൽ ലേഖനങ്ങൾ എഴുതുകയോ ചെയ്ത നിലപാട് ഇനി അംഗീകരിക്കാനാകില്ല എന്ന തരത്തിലേക്ക് AICC നേതൃത്വം മുന്നറിയിപ്പ് എല്ലാ നേതാക്കന്മാർക്കും നൽകിക്കഴിഞ്ഞിരിക്കുന്നു. അവരുടെ പത്രമായ വീക്ഷണത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇത്തരത്തിൽ ചില ലേഖനങ്ങളും മുഖപ്രസംഗങ്ങളും ഒക്കെ വന്നു. അത്തരം കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശം AICCയുടെ ഭാഗത്തു നിന്നും എത്തിയിട്ടുള്ളതായിട്ടാണ് സൂചന. എന്തായാലും വരും ദിവസങ്ങളിൽ ഒരു മഞ്ഞുരുകലിനുള്ള സാധ്യതയുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ശശി തരൂരിനെ പുറത്താക്കാതെയും കടുത്ത നടപടികളിലേക്ക് പോകാതെയും ഒപ്പം നിർത്തിക്കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ തന്നെയാണ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം.